അരുൺ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വെങ്കടേഷ് ആൻഡ് വീണ. അരുൺ, മഴയൊക്കെ ഉണ്ടോ തിരുവനന്തപുരത്ത്? കാലാവസ്ഥയൊക്കെ കണ്ടിട്ട് കുറച്ച് തണുപ്പുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട്. എങ്ങനെയാണ് അവിടുത്തെ ഒരു അവസ്ഥ? ഇവിടെ മഴയൊക്കെ പെയ്യുന്നുണ്ട് ഇപ്പം എല്ലാ ദിവസവും. നമുക്ക് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് രാത്രി മഴ ഉണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെ മഴയിൽ എന്തായാലും ആ ഒരു മഴയുടെ ഒരു തണുപ്പൊക്കെ ഉണ്ട്. കടുത്ത ചൂടിൽ നിന്നും വീണ്ടും ഒരു മഴക്കാലത്തിലേക്കുള്ള യാത്രയാണോ എന്നുള്ളൊരു സംശയമുണ്ട്. എന്തായാലും വേനൽക്കാല മഴയാണ്, അത് തുടർച്ചയായിട്ട് ലഭിക്കുന്നുണ്ട്. യെസ്, അപ്പോൾ നമുക്ക് വാർത്തകളിലേക്ക് കിടക്കാം അല്ലേ വീണ? ആദ്യം തന്നെ ആശാവർക്കർമാരുടെ സമരമാണ്. 57ാം ദിവസത്തിലേക്ക് കടക്കുകയാണ് സമരം. അപ്പോൾ ഈ ആരോഗ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ചകളൊക്കെ, അതായത് ഈ തുടർ ചർച്ചകളൊക്കെ അനിശ്ചിതത്വത്തിലാണ്. അപ്പോൾ ആ സമയത്താണ് ഇന്ന് തൊഴിൽ മന്ത്രിയെ കാണാൻ ആശാപ്രവർത്തകരെ തയ്യാറെടുക്കുന്നത്. അപ്പോൾ എത്രത്തോളം പ്രതീക്ഷയാണ് അരുൺ ഈ ഒരു ചർച്ചയിൽ അവർ മുന്നോട്ട് വയ്ക്കുന്നത്? എത്ര മണിക്കാണ് ഇന്ന് ഈ മന്ത്രി ശിവൻകുട്ടിയുമായി സമരക്കാർ കൂടിക്കാഴ്ച നടത്തുന്നത്? വീണ ആൻഡ് വെങ്കി, ഇതിൽ ഈ ആശാ സമരം ഇന്നിപ്പോൾ 57ാം ദിവസം കടക്കുമ്പോൾ പ്രധാനമായും നേരത്തെ തന്നെ മന്ത്രി വി ശിവൻകുട്ടി ഉയർത്തിയ ഒരു ആരോപണം ഉണ്ടായിരുന്നു. താൻ ഈ സംസ്ഥാനത്തിന്റെ തൊഴിൽ വകുപ്പ് മന്ത്രിയാണ്, പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഇതുവരെയും തന്നെ നേരിൽ കണ്ട് അല്ലെങ്കിൽ ഒരു കത്ത് തരികയോ അല്ലെങ്കിൽ തന്നെ നേരിൽ കാണാനോ ആശാ പ്രവർത്തകർ ശ്രമിച്ചിരുന്നില്ല എന്നുള്ളൊരു വലിയൊരു ആരോപണം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം ഉയർത്തിയിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ 3 തവണയാണ് മന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള വീണ ജോർജുമായിട്ടുള്ള ഒരു ചർച്ച നടത്തിയിരുന്നത്. പക്ഷേ ആ ചർച്ചകളൊക്കെയും പരാജയപ്പെട്ട ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ സംസ്ഥാനത്തിന് തന്നെ തൊഴിൽ വകുപ്പ് മന്ത്രിയായ വി ശിവൻകുട്ടിയെ ഇന്ന് നേരിൽ കാണാനായിട്ട് ആശാപ്രവർത്തകർ ശ്രമിക്കുന്നത്. ഇന്ന് 3 മണിക്ക് മന്ത്രിയുടെ ചേംബറിലായിരിക്കും ചർച്ച നടക്കുക. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ പ്രതീക്ഷ ആശാപ്രവർത്തകർക്കുണ്ട്. സമരം അവസാനിപ്പിക്കാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളിലുമാണ് ആശാപ്രവർത്തകർ. അവർ ഉന്നയിച്ചിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഓണറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. അതിൽ മറ്റൊന്ന് വിരമിക്കൽ ആനുകൂല്യമായിട്ട് 5 ലക്ഷം രൂപ നൽകുക, പെൻഷൻ നടപ്പിലാക്കുക. ഇങ്ങനെ ഈ 3 ആവശ്യങ്ങൾ പ്രധാനമായും ഈ ചർച്ചയിൽ എന്തായാലും അവർ ഉന്നയിക്കും. അതിൽ ഒരു മന്ത്രിയുടെ നിലപാട് എന്താണെന്നുള്ളതാണ് എന്തായാലും അറിയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത്. നേരത്തെ നടത്തിയിട്ടുള്ള ചർച്ചകൾ നമുക്കറിയാം, അതിലൊക്കെയും നടപടി കൈക്കൊള്ളാനായിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് കഴിഞ്ഞില്ല. ഏറ്റവും ഒടുവിൽ നടന്ന ചർച്ച എന്ന് പറയുന്നത് ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥനെ വെച്ചൊരു കമ്മീഷൻ രൂപീകരിക്കാം, ഇത് സംബന്ധിച്ചൊരു പഠനം നടത്തിയതിനു ശേഷം തീരുമാനങ്ങൾ കൈക്കൊള്ളാമെന്നുള്ള ഒരു നിലപാടിലായിരുന്നു ആരോഗ്യവകുപ്പ്. പക്ഷെ അതിലൊന്നും തന്നെ കൈകൊടുക്കാനായിട്ട് ആശാപ്രവർത്തകർ തയ്യാറായിരുന്നില്ല. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ നമ്മുടെ തൊഴിൽ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ളൊരു ചർച്ചയിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും സമരരംഗത്ത് അവരുണ്ട്. ഇന്നിപ്പോൾ 19ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് നിരാഹാര സമരം. ഈ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടക്കുമ്പോൾ ഓരോ പ്രവർത്തകരും അവർ വീണ്ടും ഒരു സമരവീര്യത്തിലേക്ക് കടക്കുകയാണ്. കാരണം ഒരു ഘട്ടത്തിലും സർക്കാരിൽ നിന്ന് ഈ ഒരു അനുഭാവം ഇല്ലാതെ വരുമ്പോൾ അവർ ഒരിഞ്ച് പിന്നോട്ട് പോകാൻ തയ്യാറാകാതെ ഏറ്റവും വർദ്ധിത വീര്യത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരുക്കങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചർച്ചയിൽ ഒരു വിട്ടുവീഴ്ച എന്തായാലും ആശാപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വീണ ആൻഡ് വെങ്കി. യെസ് അരുൺ, ഈ കേരള സർവകലാശാലയിൽ ഈ MB ഉത്തരപേപ്പർ കാണാതായതിൽ ഇന്ന് പുനഃപരീക്ഷയല്ലേ? അപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലായി 7 കേന്ദ്രങ്ങൾ. ശരിക്കും ഈ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെയൊക്കെ ഒരു അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കുകയായിരുന്നു. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലേക്ക് അവരിപ്പോഴും കടന്നു കഴിഞ്ഞു. പക്ഷേ ഒരു നിസ്സാര പിഴവിൽ അവരനുഭവിക്കുന്ന ഒരു വേദന എന്തായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ മുമ്പൊക്കെ ഈ ചോദ്യപേപ്പർ ചോർച്ച പതിവ് ഒരു വാർത്തകളാണ്. പക്ഷേ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ഉത്തരക്കടലാസ്, അവരുടെ 71 വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസ് അത് നഷ്ടപ്പെടുന്നു. അതും ഒരു ഗസ്റ്റ് അധ്യാപകന്റെ ഭാഗത്ത് വന്ന ഒരു വലിയൊരു വീഴ്ചയാണ്. ജനുവരി മാസം 13ാം തീയതി സംഭവിച്ച ആ വീഴ്ച കൃത്യസമയത്ത് തന്നെ അധ്യാപകൻ പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യുന്നു, സർവകലാശാലയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഈ 3 മാസം ഇത് സർവകലാശാല മറച്ചുവെച്ചു എന്നുള്ളൊരു ചോദ്യം ഉയർന്നിരുന്നു. വിദ്യാർത്ഥികൾ രംഗത്തെത്തിയപ്പോഴാണ് ഈ വാർത്ത പുറം ലോകം അറിയുന്നത്. ഏറ്റവും ഒടുവിൽ സർവകലാശാല VC ഉൾപ്പെടെയുള്ളവരിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയിരുന്നു. ഇതിലിപ്പോൾ സമഗ്രമായിട്ടൊരു അന്വേഷണത്തിനാണ് ഒരുങ്ങിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ പരീക്ഷ നടത്താനായിട്ട് സർവകലാശാല ഒരുങ്ങി. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഈ 3 ജില്ലകളിലായിട്ട് 6 കേന്ദ്രങ്ങളിലാണ് ഇന്നിപ്പോൾ ഈ കുട്ടികൾക്കായിട്ട് പുനഃപരീക്ഷ നടത്താനായിട്ട് സർവകലാശാല തീരുമാനം എടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഈ
51 വിദ്യാർത്ഥികൾക്കും ഈ പരീക്ഷയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. കാരണം ചില വിദ്യാർത്ഥികൾ വിദേശത്തൊക്കെയാണ്. അങ്ങനെ 4 വിദ്യാർത്ഥികൾ ഈ പരീക്ഷയിൽ പങ്കെടുക്കില്ല എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇവർക്കായിട്ട് വരുന്ന 22-ാം തീയതി വീണ്ടും ഒരു പരീക്ഷ നടത്തുമെന്നുള്ളത് കൂടാണ് സർവകലാശാലയും അതുപോലെ തന്നെ സെനറ്റൊക്കെ ഒരുമിച്ചെടുത്ത ഒരു തീരുമാനമാണ്. അത് എന്തായാലും നടത്തും. പക്ഷേ വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ ഉന്നയിച്ചത് അവർ ഈ സെമസ്റ്ററിൽ നടത്തിയിട്ടുള്ള മറ്റ് പരീക്ഷകളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരു ആനുപാതികമായ ഒരു മാർക്ക് ഈ പരീക്ഷാ പേപ്പറിന് നൽകി അവരെ വിജയിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് അവർ നേരത്തെ ഉന്നയിച്ചത്. പക്ഷേ അതിൽ സർവകലാശാല ഒരു നടപടി കൈക്കൊണ്ടില്ല. ഇപ്പോൾ നിലവിൽ ഈ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എന്തായാലും ഉള്ളത്. ഇന്ന് ഇപ്പോൾ ഈ സമഗ്രമായിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നടത്തിയ റിപ്പോർട്ട് ഇന്നിപ്പോൾ VC-ക്ക് വൈസ് ചാൻസലർ രജിസ്ട്രാർ കൂടിയായിട്ടുള്ള ഈ KS അനിൽകുമാർ എന്ന അദ്ദേഹം കൈമാറും. ഇതിന്റെ ഭാഗമായിട്ടായിരിക്കും ഈ ഗസ്റ്റ് അധ്യാപകനെതിരെ തുടർ നടപടി ഉണ്ടാവുക. കഴിഞ്ഞ ദിവസം ഈ അധ്യാപകനെ വിളിച്ചിട്ടുള്ള ഹിയറിംഗ് പൂർത്തിയാക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ ഭാഗം എന്തായാലും കേട്ടു. ഇനി സർവകലാശാലയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടി പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഇതിൽ നടപടി കൈക്കൊള്ളുക. അരുൺ, അതിനൊപ്പം തന്നെയാണ് ഈ നിയമനം വൈകുന്നതുമായി ബന്ധപ്പെട്ട് വനിതാ സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമരം നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇനി അവർ കോടതിയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് ഈ റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ ഹർജി നൽകാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സഹന സമരം ഉദ്യോഗാർത്ഥികൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവർ എന്തൊക്കെയാണ് പറയുന്നത് അരുൺ? നമുക്കറിയാവുന്നത് പോലെ തന്നെ ഇപ്പോൾ ലഹരി കേസുകളൊക്കെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്തെ പോലീസ് സേനയിൽ എത്രമാത്രം അംഗബലമുണ്ട് എന്നുള്ളൊരു ചോദ്യം പലപ്പോഴായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഒരു പോലീസ് സ്റ്റേഷനിൽ നിലവിൽ 6 ഉദ്യോഗസ്ഥർ ഏറ്റവും കുറഞ്ഞത് വേണമെന്നുള്ളതാണ്. പക്ഷേ പല പോലീസ് സ്റ്റേഷനുകളും നോക്കിയാൽ കേരളത്തിലെ 454 പോലീസ് സ്റ്റേഷനിലും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പകുതിയിൽ പോലും വനിതാ ഉദ്യോഗസ്ഥർ ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അപ്പോഴാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ CPO വനിതാ ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ സമരരംഗത്ത് ഇരിക്കുന്നത്. നമുക്ക് ഈ കാഴ്ചകൾ കണ്ടാൽ അറിയാം. അവർ കഴിഞ്ഞ 6 ദിവസങ്ങളായി ഇവിടെ ഇന്നിപ്പോൾ 6 ദിവസം ആവുകയാണ്. ഏകദേശം ഒരാഴ്ചയോളം അടുക്കുമ്പോഴും സർക്കാർ അവരോട് ഇതുവരെയും അവരെ ചർച്ചയ്ക്ക് വിളിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ആശാപ്രവർത്തകരെയും ഇതുവരെയും മുഖ്യമന്ത്രി നേരിട്ടൊരു ചർച്ചയ്ക്ക് വിളിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഇവർ മുഖ്യമന്ത്രിയെ കണ്ടു. അപ്പോൾ ഇതുവരെയും ഇതിനെ ചർച്ചയ്ക്ക് വിളിക്കാനായിട്ട് തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഉദ്യോഗാർത്ഥികളൊക്കെ ഇപ്പോൾ പുലർച്ചെ അവർ നിരാഹാര സമരത്തിലാണ്. അവർ ഉണർന്നു വരുന്നതേ ഉള്ളൂ. കഴിഞ്ഞ 6 ദിവസമായിട്ടുള്ള ഒരു സമരത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല സമീപനം ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിലാണ് നിലവിൽ അവർ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. കാരണം ഇനി കേവലം 2 ആഴ്ച മാത്രമാണ് അവർക്ക് മുൻപിലുള്ളത്. വരുന്ന 19-ാം തീയതി അവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരും. 967 ഉദ്യോഗാർത്ഥികളാണ് ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചത്. അതിൽ 259 ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഇതുവരെ നിയമനം ലഭിച്ചിട്ടുള്ളത്. അതായത് കേവലം 30% പോലും നിയമനം നടത്താനായിട്ട് ഈ സർക്കാർ തയ്യാറായിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് വനിതാ സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇന്ന് അവർ പ്ലാങ്ക് എന്ന് പറയുന്ന ഒരു പ്രത്യേക സമര രീതിയുമായിട്ട് മുന്നോട്ട് വരാനാണ് തീരുമാനം. കാരണം സർക്കാരിന് നിരന്തരം ഒരു സമരവുമായി ബന്ധപ്പെട്ട് സമരത്തെ കടുപ്പിക്കാനുള്ള കൂടുതൽ തീരുമാനങ്ങളിലേക്ക് കടക്കുന്നു. കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്ന തന്നെ 1 മണിക്കുള്ള ഒരു ഉപ്പുകല്ല് വിതറി മുട്ടുകുത്തി സമരം ചെയ്തിരുന്നു. അതിലൊരു നിരാഹാരത്തിലിരുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ കുഴഞ്ഞു വീഴുകയും അവരെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. അങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ട് അവരുടെ ഏക പ്രതീക്ഷയായിരുന്നു ഈ ഒരു ജോലി. പക്ഷേ ജോലി ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് അവർ ഇത്തരത്തിൽ ഈ ഒരു വേനൽക്കാലത്തും ഈ കൊടിയ ചൂടിലും ഈ സെക്രട്ടേറിയറ്റിന്റെ വളപ്പിൽ അവർ സമരരംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും CPO ഉദ്യോഗാർത്ഥികൾ സമരരംഗത്തുണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ സർക്കാർ തിരിഞ്ഞു നോക്കുന്ന ഒരു കാഴ്ച ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ കേവലം 12 ദിവസമുള്ളപ്പോൾ കോടതിയെ സമീപിക്കുന്നു. ഇതിന്റെ കാലാവധി നീട്ടി നൽകണമെന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം. നിർണായകമായ ദിനമാണ് ഈ വനിതാ സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച്. അവരിന്ന് കോടതിയിലേക്ക് പോകുകയാണ്. പ്രേക്ഷകരെ ആ വിഷ്വലൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടം തോന്നും. ആ കിടന്നുറങ്ങുന്നതിൽ അമ്മമാരുണ്ട്, ഗർഭിണികളുണ്ട്, പാവപ്പെട്ട സ്ത്രീകളാണ് അവരെല്ലാവരും. അപ്പോൾ അവരുടെ സമരം അവരുടെ ആവശ്യം സർക്കാർ പരിഗണിക്കണം. അപ്പോൾ അരുൺ എന്തായാലും ഒരുപാട് വാർത്തകൾ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നു. എന്തായാലും അരുൺ നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്.